തുടങ്ങിക്കോ. ശ്രീധരൻ മാഷ്, നിങ്ങളെ കലാപഠനം ബുക്ക് നിങ്ങൾ ആദ്യത്തെ ആ പേജിൽ, ഒന്നാമത്തെ പേജിൽ ഈ പേര് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ടി പി ശ്രീധരൻ മാഷ് ഇന്ന് നമ്മൾ ഒന്നിച്ച് ഉണ്ട്. നമുക്ക് എല്ലാവർക്കും ഇദ്ദേഹത്തെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. ഇനി അനുപ്രിയ പറഞ്ഞോളെ. നല്ല പരീക്ഷയായിരുന്നു സാർ. ടീച്ചേഴ്സിന്റെ എങ്ങനെ ടീച്ചറെ പ്രസൻസിന്റെ ഒരു കുറവുണ്ടായിരുന്നു. ഇപ്പൊ വീട്ടിലിരുന്നത് ആ ഒരു സങ്കടം ഇടാൻ പറ്റുന്നു. അതെ അല്ലേ? അല്ല, നമ്മളെ ഈ കലാപഠനം പരീക്ഷ, ചിത്രം വരച്ചതിന്റെ പരീക്ഷ, അതെങ്ങനെയാ ഉണ്ടായിരുന്നു? നല്ല ആസ്വദിച്ചിട്ട് ചെയ്തു അല്ലേ? ചിത്രം കണ്ടു നമുക്ക് പരീക്ഷ എഴുതാൻ പറ്റും. അതെ, കഴിഞ്ഞ വർഷം ചെയ്യാൻ പറ്റിയിട്ടല്ല അല്ലേ? ഓക്കെ. പിന്നെ പറഞ്ഞു നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു വിശിഷ്ട അതിഥി ഉണ്ട്, നമ്മുടെ ശ്രീധരൻ മാഷ്. മാഷിന് പിന്നെ മാഷൊന്ന് 2 വാക്ക് കുട്ടികളോടൊന്ന് പറയാം, എന്നിട്ട് നമുക്ക് ചിത്രത്തിലേക്ക് പോകാം. ശ്രീധരൻ മാഷി ആദ്യമായിട്ടായിരിക്കും എനിക്ക് തോന്നുന്നത് വെള്ളത്തിൽ പരീക്ഷ നടത്തുന്നത് ആദ്യമായിട്ട് പല അധ്യാപകർക്കും ബന്ധപ്പെടുന്നുണ്ട്. അപ്പോൾ അതിനും എടുത്തു വന്നിട്ടുണ്ട്. ഈ പുസ്തകങ്ങളെ എഴുതിയത് വിഭാഗങ്ങൾ പറഞ്ഞു കൊടുക്കുകയും പ്രവർത്തനങ്ങൾ ചെയ്യുകയും അതോടൊപ്പം പരീക്ഷയായിട്ടൊരു സംഭവം നടത്തുകയും പറയുന്നത് നമ്മളെ സാധാരണ ഒരു രീതിയിൽ കുട്ടികൾ പരീക്ഷ നടത്തുന്ന ഒരു സംഭവമാണ്. നമുക്ക് 29 പ്രവർത്തനം ചെയ്യുക എന്നതിലപ്പുറത്ത് നമുക്ക് വേറെ ഒന്നുമില്ല. ആ ഒരു സന്തോഷത്തിൽ ആ ചെയ്യുന്നതാണ്. പറഞ്ഞ കുട്ടികളൊക്കെ നന്നായി പറഞ്ഞിട്ടുണ്ട്. അത് അവർക്ക് എത്രമാത്രം സന്തോഷം നമ്മൾ കൊടുക്കുന്നു ചിത്രത്തിന്റെ മറ്റ് സാധ്യതകളും മറ്റു കാര്യങ്ങളൊക്കെ അതിന്റെ സെക്കൻഡറി കുട്ടി ആ ഒരു പാഠഭാഗത്തിന് അല്ലെങ്കിൽ കൊടുക്കുന്ന ഒരു പ്രവർത്തനത്തിന്റെ എത്രമാത്രം സന്തോഷപൂർവ്വമായി ഇടപെടുന്നു എന്നുള്ളതാണ് ഇവിടെ ഈ കലാപഠന ക്ലാസിന്റെ തന്നെ പ്രധാനമായിട്ട് നോക്കുന്നത്. എനിക്ക് പലതരത്തിലുള്ള ഏറ്റക്കുറിച്ചിലുണ്ടാവും സിദ്ധിയിൽ. പക്ഷേ അപ്പോ അവനെ കഴിയുന്നത് പോലെ സന്തോഷത്തോടു കൂടി ചെയ്യുക. അയാൾക്കൊരു സന്തോഷം ഉണ്ടാക്കാനുള്ളതാണ് ഇതൊന്നായിട്ടുള്ള ഒരു കാര്യം. അത് ഉണ്ടായി വരിക പാട്ടുകളിൽ നമ്മളിങ്ങനെ എന്താ പറയുക മറ്റ് വേറൊരു സ്ഥിതിയിൽ പകരം നമ്മളെന്തെങ്കിലും പ്രവർത്തനമൊക്കെ ചെയ്യും. അതേ ഇവിടെ ഈ ക്ലാസ്സിൽ വളരെ മനോഹരം വെച്ച് നടത്തുന്നുണ്ടെന്നറിയാം. നിങ്ങളൊക്കെ കാണാം. പിന്നെ ശരിക്കു പറഞ്ഞാല് നമ്മളെ ഈ കേരളത്തിൽ തന്നെ ആദ്യമായിട്ടാണ് കലാപഠനത്തിന് ഒരു പുസ്തകം വരുന്നതെന്നുള്ളത് കൊണ്ട് അത് പഠിച്ച് പരീക്ഷ വരുന്ന കുട്ടികൾ ആദ്യമായിട്ട് നിങ്ങളുടെ സ്കൂളാണെന്നുള്ളതാണ് അതിന്റെ പ്രത്യേകതയായിട്ട് എനിക്ക് തോന്നുന്നത്. കാരണം വലിയ സംഭവമുണ്ടായിരുന്നു. വരി ഉച്ചപ്പോൾ ഇവിടെ കൂട്ടത്തിൽ വന്നിരിക്കാൻ തോന്നുന്നത്
നിങ്ങള് വളരെ എന്താ പറയുക അതിനെ കാണിക്കുന്ന ആത്മാർത്ഥത രാജ്യക്കാർ കാണിക്കുന്ന അപ്പുറത്തെ കുട്ടികളും കൂടി അതിലോട്ട് കൊല്ലം നന്നായിട്ട് കിട്ടുന്നു എന്നുള്ളത് കാണുമ്പോൾ വലിയ സന്തോഷമുണ്ട്. അതായത് മുന്നിലിപ്പം ഇനിയും നമുക്ക് ഇടയ്ക്കിടയ്ക്കൊക്കെ കാണാം വ്യത്യസ്തമായിട്ട് പ്രവർത്തനങ്ങൾ നടക്കട്ടെ. ഇത് സംസ്ഥാനത്തിന് തന്നെ ഒരു മാതൃകയാണെന്ന് തോന്നി നമ്മൾ കാണിക്കേണ്ടത്. പല സ്കൂളുകളിൽ ഒന്ന് പ്രത്യേക എത്തിക്കില്ല എന്നത് തന്നെയാണ്. പക്ഷെ ഇവിടെ നിങ്ങളെ വളരെ മുന്നോട്ട് കൊടുക്കുന്നത് ഈ വഴി എനിക്ക് വരുന്ന എല്ലാവർക്കും വളരെ എന്താ പറയുക ഇതൊരു വിവരം നിറഞ്ഞ ആശംസകൾ ഞാൻ അറിയിക്കുകയാണ്. ഞാനിവിടെ നിങ്ങളോടൊപ്പം ഈ ക്ലാസ്സിൽ ഇരിക്കാനാണ് ആഗ്രഹിക്കുന്നത്. ഇതെല്ലാം നടത്തുന്നതെന്ന് കാണാനാണ് ആഗ്രഹിക്കുന്നത്. ഏതൊക്കെ ആദ്യം നടക്കട്ടെ. നമുക്ക് എഴുതി സംസാരിച്ചുകൊണ്ടേയിരിക്കും. മാഷെ നല്ല വാക്കുകൾക്ക് നന്ദി. ഇപ്പോൾ മാഷ് നമ്മളെ ക്ലാസ്സിൽ ഇന്ന് മാഷും ഇടപെടും. ഇപ്പോൾ നമുക്ക് പിന്നെ കുട്ടികൾ വരച്ച ചിത്രങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ മാഷ് ശ്രീധരൻ മാഷ് പേര് കണ്ടേ നമുക്ക് ബുക്കിൽ ഒന്നാമത്തെ പേജിൽ കലാപഠനത്തിൻ്റെ കാണുന്നില്ലേ? നിങ്ങൾ കാണുന്നില്ലേ? ഓക്കെ. അപ്പോൾ പാഠപുസ്തകം നമ്മുടെ കലാപഠനത്തിന്റെ പാഠപുസ്തകം തയ്യാറാക്കിയത് പങ്കാളികളായ ശ്രീധരൻ ടി പി, ചൊക്ലി RVHS അധ്യാപകനാണ്, കലാധ്യാപകനാണ്. ഇന്നലെ ഞാൻ ഗോമാഷയും കൂടി ഞാൻ ഇന്നലെ ക്ഷണിച്ചിരുന്നു. മാഷ് എന്തോ പ്രയാസം ഉണ്ടായെന്ന് തോന്നുന്നു, അപ്പോൾ ഇതുവരെ ജോയിൻ ചെയ്തിട്ട് കാണുന്നില്ല. എങ്കിലും ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു നിങ്ങളുടെ ചിത്രങ്ങളെല്ലാം സംസ്ഥാന തലത്തിലും നമ്മുടെ കണ്ണൂർ ജില്ലയിൽ മാത്രം ഒതുങ്ങി നിൽക്കാതെ സംസ്ഥാന തലത്തിലേക്കും കൂടി നിങ്ങളുടെ ചിത്രങ്ങൾ ശ്രദ്ധിക്കപ്പെടും, അതിനുള്ള പ്രവർത്തനങ്ങൾ ഞാൻ ചെയ്യുമെന്ന് പറഞ്ഞിരുന്നു. എന്തായാലും നമ്മുടെ വളരെ സന്തോഷത്തിലാണുള്ളത്. അപ്പോൾ നമുക്ക് കലാപഠനത്തിൻ്റെ നിങ്ങൾ ചെയ്ത് ഇപ്പോൾ ഇംഗ്ലീഷ് മീഡിയം ക്ലാസ്സാണ്. അപ്പോൾ മൊത്തം നമ്മൾ പിന്നെ ചിത്രങ്ങൾ നമുക്കൊന്ന് കാണാം. പിന്നെ അതേപോലെ തന്നെ 8ാം തരത്തിനും ഇന്നലെ 8ാം തരത്തിൻ്റെ ക്ലാസ് ആയിരുന്നു. 8, 9, 10 ക്ലാസ്സുകൾ ഇപ്പോൾ നമ്മുടെ മാഷുണ്ടല്ലോ എന്ന് വെച്ചാൽ നമുക്ക് ഈ ചിത്രങ്ങളെല്ലാം ഒന്ന് കാണാം. അപ്പോൾ ഇനി പ്രത്യേകിച്ച് കമൻറ്റുകളൊന്നും രേഖപ്പെടുത്തണ്ട. നമ്മൾ സാധാരണ ക്ലാസ്സിൽ രേഖപ്പെടുത്തുന്ന പോലെ കമൻറ്റുകളൊന്നും രേഖപ്പെടുത്തണ്ട. നമുക്ക് ചിത്രങ്ങൾ ഒന്ന് ഇങ്ങനെ കണ്ടു പോകാം. ഓക്കെ, പാഠത്തിലേക്ക് പോയല്ലോ അല്ലേ? അപ്പൊ നമുക്ക് ഏറ്റവും അവസാനമായിട്ട് ചെയ്ത് എന്തായിരുന്നു നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞത്? ഹോംവർക്ക് സ്റ്റിൽ ലൈഫ് പെയിന്റിന് കളർ ചെയ്ത് വരക്കാൻ വേണ്ടി പറഞ്ഞു. അപ്പൊ നിങ്ങൾ ഇന്നത് ഗ്രൂപ്പിലേക്ക് പോസ്റ്റ് ചെയ്യണം. എല്ലാവരും ഹോംവർക്ക് ചെയ്തിട്ടുണ്ടാവുമല്ലോ അല്ലേ? ഈ യൂണിറ്റ് 3 ഇത് നമ്മളൊന്ന് തുടങ്ങി വെച്ചിരുന്നു. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ പോർട്രേറ്റ്, അതായത് സ്വന്തം ഛായാചിത്രം വരയ്ക്കുന്ന ഒരു പാഠം, അതാണ് നമുക്കിനി ചർച്ച ചെയ്യാനുള്ളത്. ഓക്കെ, നമുക്കെന്നാൽ ഈ ഒരു പാഠഭാഗം നമുക്കൊന്ന് വായിക്കാം. യൂണിറ്റ് 3 ഓർമ്മ നിറക്കും ഛായാചിത്രങ്ങൾ. ഇതാര് വായിക്കും? ശരി, വായിച്ചു. സ്കൂളിൽ നിന്നും പോയ പഠനയാത്രക്കിടയിലാണ് ആർട്ട് ഗാലറിയിൽ ആമിന ഛായാചിത്രങ്ങൾ കണ്ടത്. എല്ലാ ചിത്രങ്ങൾക്കും ജീവനുള്ളതുപോലെ ചിത്രങ്ങൾ അവളിൽ അമ്പരപ്പും ആകാംക്ഷയും ഒപ്പം ചില സംശയങ്ങളും ഉളവാക്കി. അതിനകം ജീവനുള്ള പോലെ ഈ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടാവുക. നീന ചേച്ചിക്ക് അറിയാമായിരിക്കും. വീട്ടിലെത്തിയിട്ട് ചേച്ചിയുമായി ചർച്ച ചെയ്യാം. ഓക്കെ, ഇനി അടുത്ത പേജ് വായിച്ചു. നീന ചേച്ചി അവളെ ചേർത്തിരുത്തി തന്റെ ലാപ്ടോപ്പ് തുറന്ന് ലഭ്യമായ പഴയ കാലം മുതലുള്ള ചില ഛായാചിത്രങ്ങൾ മാതൃകകൾ കാണിച്ച് ഓരോ കാലഘട്ടത്തിന്റെ രീതിയും മാറ്റങ്ങളും ശൈലികളും അവർക്ക് പറഞ്ഞു കൊടുത്തു. ഇതിൽ ആമിന കണ്ട ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ മുതൽ ചിത്രകലയുടെ കുലപതിയായ
പിക്കാസോ വരച്ച ചിത്രങ്ങൾ വരെ ഉണ്ടായിരുന്നു. ഇവ മുഴുവൻ കണ്ടപ്പോൾ ആമയ്ക്കൊരു സംശയം. ഇവയെല്ലാം മോഡലിനെ നിർത്തി തന്നെയാണോ വരച്ചിട്ടുണ്ടാവുക? തീർച്ചയായും. നിങ്ങൾ ഇതുപോലെ ഛായാചിത്രങ്ങൾ ചെയ്യാൻ കഴിയും. ആദ്യം തന്നെ മുഖച്ഛായ കൊണ്ടുവരാൻ കഴിയണമെന്നില്ല. സ്ഥിരമായ പരിശീലനത്തിലൂടെ മനുഷ്യരുടെ ഛായയും ഭാവവും കൊണ്ടുവരാൻ സാധിക്കും. നീന ചേച്ചി പകർന്ന ആത്മവിശ്വാസത്തോടെയാണ് അവൾ അന്ന് ക്ലാസ്സിലെത്തിയത്. ഇതും കൂടി വായിക്കും. ടീച്ചർ അന്ന് ക്ലാസ്സിൽ കാണിച്ച നോക്കി വരയ്ക്കാൻ ഒറ്റ നിറത്തിൽ. ടീച്ചർ അന്ന് ക്ലാസ്സിൽ കാണിച്ച ചിത്രങ്ങൾ റംബാൻ, ഹാൾ, വാൻഗോ, പിക്കാസോ തുടങ്ങിയവർ വരച്ച ഒട്ടേറെ ഛായാചിത്രങ്ങൾ ഉണ്ടായിരുന്നു. ചേച്ചിയുമായുള്ള ചർച്ചയ്ക്ക് ശേഷം എന്തുകൊണ്ടോ ആമയ്ക്ക് വാൻഗോഗിന്റെയും പിക്കാസോയുടെയും ചിത്രത്തോട് എന്തെന്നില്ലാത്തൊരു ഇഷ്ടം തുടങ്ങിയിരുന്നു. ചിത്രങ്ങളെല്ലാം നിരീക്ഷിച്ചുവല്ലോ, ഇനി ഒരു ഛായാചിത്രം വരയ്ക്കാം. ആരാണ് മോഡലായി നിൽക്കുക? 1-2 കൂട്ടുകാർ എഴുന്നേറ്റു. ആമിന പറഞ്ഞു, അല്ല ടീച്ചറെ, അപ്പോൾ അവർക്ക് വരയ്ക്കാൻ കഴിയില്ലല്ലോ. അത് ശരിയാ, എങ്കിൽ ഞാൻ തന്നെ ആവാം മോഡൽ, എന്നെ വരച്ചോളൂ. ടീച്ചർ സസൂക്ഷ്മം നിരീക്ഷിച്ച് പതുക്കെ വരച്ചു തുടങ്ങി. ആദ്യം കുറച്ച് അമ്പരാപ്പുണ്ടായി. അപ്പോ ഒരാളെ മോഡലായി നിർത്തി അയാളുടെ ചിത്രം വരക്കാനാണ് പറയുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഇത് സൂചിപ്പിച്ചിരുന്നു. എങ്കിലും നമ്മൾ ഒരാളെ നിരീക്ഷിക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ അല്ലെങ്കിൽ ഏതെങ്കിലും വസ്തുക്കളെ നിരീക്ഷിക്കുന്ന സമയത്ത് എന്താണ്, കുറച്ചുകൂടി നല്ല ആഴത്തിലുള്ള, അതായത് നല്ല സൂക്ഷ്മമായ നിരീക്ഷണമാണ് ആവശ്യപ്പെടുന്നത്. അപ്പോൾ ഒരാളെ വരക്കുമ്പോൾ ഉള്ള ഒരു കാര്യം, ഒരു നിരീക്ഷണത്തിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. ഇതും കൂടി ഒന്ന് വായിക്കും. നിരീക്ഷണം വായിക്കും. നിരീക്ഷണം. നീണ്ട മുഖം, സാധാരണയിൽ വലിപ്പമുള്ള ചെവികൾ, കുഞ്ഞു മൂക്ക്, വീതിയിലുള്ള നെറ്റിത്തട, ഇറുകിയ കണ്ണുകൾ, കൂട്ടിരിക, അലക്ഷ്യമായി കിടക്കുന്ന മുടിയിഴകൾ, കഴുത്ത് നീളം കുറവാണെങ്കിലും തള്ളി കൂടിയതാണ്, താരതമ്യേന മെലിഞ്ഞ ശരീരം. അപ്പോൾ ഇതില് നിരീക്ഷണം പറയുന്നുണ്ട്. എങ്ങനെയാണ് നമ്മൾ ഒരാളെ നിരീക്ഷിക്കുമ്പോഴുള്ള പ്രത്യേകതകൾ. നീണ്ട മുഖം, സാധാരണയിലും വലുപ്പമുള്ള ചെവികൾ, കുഞ്ഞു മൂക്ക്, വീതിയുള്ള നെറ്റിത്തടം, ഇറുകിയ കണ്ണുകൾ, കട്ടികൂടിയ പുരികം, അലക്ഷ്യമായി കിടക്കുന്ന മുടിയിഴകൾ, കഴുത്ത് നീളം കുറവാണെങ്കിലും തടി കൂടിയതാണ്, താരതമ്യേന മെലിഞ്ഞ ശരീരം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ഇതിൽ പറയുന്നുണ്ട്. നമ്മൾ ഒരാളെ, അപ്പോൾ എല്ലാ മനുഷ്യന്മാർക്കും കണ്ണുണ്ട്, മൂക്കുണ്ട്, ചെവിയുണ്ട്, വായുണ്ട്, മുടിയുണ്ട്, അല്ലെ? പക്ഷെ ഇത് ഓരോ ആൾക്കാരിലും വ്യത്യാസപ്പെട്ടിരിക്കും. ചെറിയ ചെറിയ മാറ്റങ്ങൾ. ചിലയാളെ കണ്ണ് ചെറുതായിരിക്കും, ചിലയാളെ മൂക്ക് വലുതായിരിക്കും, ചെവി വലുതായിരിക്കും. അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഒരാളെ നോക്കി വരക്കുമ്പോൾ ഉള്ള ശ്രദ്ധിക്കാനുള്ള കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ വെറുതെ അങ്ങ് വരച്ചു പോയാൽ കൂടുതൽ ആഴത്തിൽ, അതായത് സൂക്ഷ്മമായിട്ട് നിരീക്ഷിച്ചിട്ട് നിങ്ങൾ ഒരു ചിത്രം വരക്കണം. അപ്പോൾ ഇതിൽ ക്ലാസ്സിൽ ചെയ്യേണ്ട കാര്യങ്ങളാണ് പറയുന്നത്. നിങ്ങളും നിങ്ങളുടെ ടീച്ചറെ മോഡലാക്കി ഒരു പൂർണ്ണകായ ഛായാചിത്രം തയ്യാറാക്കും. അപ്പൊ ഇതാണ് അടുത്ത ക്ലാസ്സിലേക്ക് കേട്ടാ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് ഇവിടെ നിർത്താം. അറ്റൻഡൻസ് എടുക്കാം. മാഷുണ്ട്, നമ്മൾ ഒന്നിച്ച് മാഷ്ക്ക് ഇന്നത്തെ ക്ലാസ്സിനെ കുറിച്ച് മാഷ് എന്തെങ്കിലും പറയും. നമുക്ക് മാഷ പറയുന്ന നമുക്ക് കേൾക്കാം. അതിനുശേഷം നമുക്ക് അറ്റൻഡൻസ് എടുക്കാം. നിർദ്ദേശങ്ങൾ മാഷ് തരും. അപ്പോൾ നമുക്ക് മാറ്റാൻ എന്തെങ്കിലും, നമുക്ക് നമ്മുടെ ക്ലാസ് കൂടുതൽ നന്നാക്കാനും എല്ലാം ഉള്ള നിർദ്ദേശങ്ങൾ മാഷ് തരുമെന്ന് വിചാരിക്കുന്നു. മാഷെ, ഒരു നമ്മുടെ ക്ലാസ്സിനെ കുറിച്ച്, നമ്മളെ കുട്ടികളെ കുറിച്ചും എനിക്ക് ഇതിൽ എന്താ വെച്ചാൽ, ഇതിൽ നമ്മൾ ഈ പുസ്തകം എന്ന് പറഞ്ഞാൽ ശരിക്ക് ഇത് ഒരു പൂർവ്വ മാതൃകയൊന്നുമില്ല. മുമ്പ് ഏതെങ്കിലും സംസ്ഥാനത്തോ അല്ലെങ്കിൽ ഇങ്ങനെ പറ്റുന്നവരുണ്ട്.
സാധ്യതയുടെ കുറെ കൂടി നന്നാവും. അല്ലെങ്കിൽ കുട്ടിക്ക് വായിച്ചിട്ട് ചെയ്യാൻ പറ്റും എന്ന രീതിയിലൊക്കെ കുറെ ചർച്ചകൾ ചെയ്തിട്ടാണ് ഉണ്ടാക്കിയത്. പക്ഷേ അത് 2021 എനിക്ക് എന്റെ ജീവിതം മനസ്സിലായില്ല. അത് എപ്പോഴും ഇത് വായിക്കുന്നു എന്ന് പറയുന്നത് 1ാം ക്ലാസ്സിൽ കുട്ടികൾക്ക് ഇതൊരു സാധ്യത ഉപയോഗിച്ചതിൽ എനിക്ക് വളരെ ആത്മാർത്ഥമായിട്ട് പങ്കെടുക്കുന്നു. ക്ലാസ്സിലെ വായിക്കുമ്പോൾ ഒരാൾ വായിക്കുന്നതല്ല, ഇപ്പൊ മറ്റു അത് എവിടെ നിന്നുള്ള തന്നെ മനസ്സിലാക്കുന്നു. എന്തായാലും ഓരോ കുട്ടിയും ഇത് വായിക്കാൻ എഴുതിയിരിക്കുന്നത് കൊണ്ടുള്ള അനുഭവം എനിക്കില്ല. അത് നമ്മളെ ഇത് രൂപകൽപ്പന ചെയ്യുമ്പോൾ അതിൽ പുസ്തകം ഉണ്ടാക്കുന്നത് വിദ്യാർത്ഥിയുടെ അർത്ഥമാണ്. വായിച്ചിട്ട് കേൾക്കാമെന്ന് നമുക്ക് വിചാരിച്ചിട്ട് ഒരു ക്ലാസ്സിൽ നിങ്ങളത് ചർച്ച ചെയ്ത് ചെയ്യുമ്പോൾ ഒരിക്കലും കാര്യമാണ്. ഇതിലിപ്പോ എല്ലാ കുട്ടികളുടെ PDF ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പ്രിന്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങളുണ്ടെങ്കിൽ വിവർത്തനം നടത്തില്ല. എന്നാൽ പോലും നമുക്ക് PDF e-book-ആയി ഓൺലൈൻ ക്ലാസ് e-book നന്നായിട്ടുണ്ട്. നമ്മുടെ ഛായാചിത്രം എന്നൊക്കെ നമ്മൾ പറയുന്ന ഈ സംഭവം അത് ചെയ്ത് നോക്കുന്നത്. പക്ഷെ സാറിന് ഉദ്ദേശിച്ചത് ശരിക്കും പറഞ്ഞാല് തുടക്കമുള്ളവർക്ക് അങ്ങനെ ചെയ്ത് പിന്നെ അതിനെ ഡെവലപ്പ് ചെയ്തെടുക്കാമെന്നാണ്. ഇടയ്ക്ക് വീണ്ടും പറഞ്ഞാൽ ചിലപ്പോ നമുക്ക് മാർക്കറോ ടെക്സ്റ്റ് ഉപയോഗിക്കുക. അതിന്റെ ഒറ്റ കാര്യം മാത്രം ശ്രദ്ധിക്കാൻ മതി. പെൻസിൽ കൊണ്ട് അങ്ങനെ വരയ്ക്കേണ്ട ആവശ്യം. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യങ്ങളുണ്ട്. നമ്മളെ ഒരു ഗാനം മനസ്സിൽ കൊണ്ട് വരച്ച് പെണ്ണുകൊണ്ട് ചെയ്യുക എന്ന രീതിയിൽ ഒരു സംഭവമാണ്. അത് നമ്മൾ മനസ്സിൽ ഉറച്ചു പോയൊരു രീതിയാണ്. അതിനൊന്ന് മാറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നല്ലതായിരുന്നു. എനിക്കൊരു ശരിയായിരുന്നു. കാര്യം അങ്ങനെ ചെയ്യുന്നുണ്ടാവും. എന്താണെന്നറിയോ, നമ്മൾ ആത്മവിശ്വാസം കൂടി നമ്മൾ തെറ്റിപ്പോകുന്ന വിചാരിച്ചിട്ടാണ് പെൻസിലുകൊണ്ട് വരയ്ക്കുന്നത്. തെറ്റിച്ച് മായ്ക്കാം. പക്ഷെ മായ്ക്കാൻ പറ്റുന്ന കഥകളിക്കുന്നൊക്കെ പ്രശ്നം വെച്ചാൽ നമ്മളെ കുറച്ചും പ്രശ്നം പൊക്കാൻ പാടില്ല. അതല്ല, കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് ആത്മവിശ്വാസം കൂടുക. പ്രത്യേകിച്ച് നമുക്ക് നേരിട്ട് ബ്രഷോ പെന്നോ ഉപയോഗിച്ച് വരയ്ക്കാൻ ഒരു ധൈര്യം. ആ ഒരു ധൈര്യം ഉണ്ടാക്കുക എന്നുള്ളത് നമുക്ക് വളരെ പ്രധാനമാണ്. ആത്മവിശ്വാസത്തിന് നമുക്ക് അതിന് പറയും. അത് പെൻസിൽ കൂടുതലായിട്ട് ഉപയോഗിക്കുമ്പോൾ ചില സാഹചര്യത്തിൽ നമുക്ക് പെൻസിൽ വേണം. മിക്കവാറും അധിക പെൻസിലിനെ ആശ്രയിക്കാതെ 10 മിനിറ്റ് നീരത്ത് അതാണ് ബ്രഷ് എന്ന് നമ്മൾ ഉപയോഗിക്കുന്നത്. ബ്രഷിന്റെ ആ ഒരു ഗുണമുണ്ട്. അമർത്തി വരയ്ക്കുമ്പോൾ കട്ടില്ല വരവരും അവർക്ക് കട്ടി കുറഞ്ഞ വരവരും അങ്ങനത്തെ സാധ്യതകളൊക്കെ മനസ്സിലാക്കട്ടെ വെച്ചിട്ടാണ്. ആർക്കും ബ്രഷ് ഉണ്ടാവുമെങ്കിൽ നിങ്ങൾ പെന്നോ അല്ലെങ്കിൽ സ്കെച്ച് പെന്നോ എന്നൊക്കെ പറഞ്ഞാൽ എന്ത് വേണമെങ്കിലും അത് ഉപയോഗിക്കാം. അപ്പോ ആ ഒരു പരീക്ഷണം ഒറ്റ കളറിൽ നമ്മൾ ചെയ്യുന്നുള്ള ഒരു പരീക്ഷണം നന്നാവും. അതായത് നിങ്ങളൊന്ന് ശ്രമിച്ചു നോക്കുക. ആളായിട്ടില്ലെങ്കിലും വലിയ പ്രശ്നമൊന്നുമില്ല. നമ്മളിപ്പോ വരയ്ക്കുന്ന ആൾക്ക് എന്തൊക്കെ രൂപമാവാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുന്നു. പക്ഷെ എന്തായാലും എങ്ങനെയായാലും അതൊരു ഒരാളെ നിരീക്ഷിച്ച് വരയ്ക്കണം. നമ്മൾക്ക് എനിക്ക് വരയ്ക്കാമെന്ന ഒരു സംഭവമുണ്ട്. ഇത് നിങ്ങളൊന്ന് അതിനൊന്ന് എൻജോയ് ചെയ്യും. ഒരാളെ വരയ്ക്കുമ്പോൾ ചിലപ്പോ നമ്മള് ആദ്യത്തെ പ്രാവശ്യം വരയ്ക്കുമ്പോൾ അത് ധ്യാനമൊന്നുമില്ല. പക്ഷെ എന്തായാലും ചെയ്യണം. അങ്ങനെ നമ്മളെ ചിന്തിക്കുന്ന സുഹൃത്തുക്കളെയും കുട്ടികളെയും ഒക്കെ ചെയ്ത് നോക്കുക. നല്ലൊരു അനുഭവമായിരിക്കും. ഒരു 10 ചിത്രം വരയ്ക്കുമ്പോഴേക്കും നിങ്ങൾക്ക് ഒരാളെ ഏകദേശം മർമ്മം പിടിയിരിക്കുന്നു. ഒക്കെ പുസ്തകത്തിൽ തന്നെ പറഞ്ഞു. എന്തായാലും ഗംഭീരമാണ്. ഈ ക്ലാസ്സിൽ വരുന്നപ്പോൾ എനിക്ക് സന്തോഷത്തോന്നി. നമ്മളെ ഇങ്ങനെ പുസ്തകം നിർമ്മിക്കുമ്പോൾ ഇങ്ങനൊരു ക്ലാസ്സിൽ ഇരിക്കാൻ പറ്റുമെന്ന് വിചാരിച്ചില്ല. കാരണം രാജീവ് സാറിന്റെ ക്ലാസ്സിൽ എനിക്ക് അവിടെ സ്വീകരണാവശ്യം വന്ന് ഇരിക്കാൻ പറ്റില്ല. ഇപ്പൊ നമുക്ക് ഈ അടുത്തിടെ കാലത്ത് അങ്ങനെ സാധിക്കും. അത് വേറൊരു വലിയ സംഭവമാണ്. രാജീവ് സാറെ കാണിച്ചൊരു ധൈര്യം ഭയങ്കരമാണ്. ഇത് ഈ പുസ്തകങ്ങൾ പല അധ്യാപകരും എങ്ങനെ ഇത് കൈകാര്യം ചെയ്യാന്നുള്ളൊരു ആശയപ്പെടുന്നുണ്ടെന്നുള്ളത് എനിക്ക് നിരന്തരം ഫോൺ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷെ ഇവിടെ ഈ ഒരു മാസത്തെയാണ് നമ്മൾക്കെന്ത് മക്കളെ വീട്ടിലൊക്കെ ഇരിക്കാൻ പറ്റിയ എനിക്ക് ബാധ്യത കാണുന്നു. ശരിക്കും രാജീവ് സാറിനെ എനിക്ക് വളരെ മുമ്പ് അറിയാം. എന്താ ഒരുപാട് നല്ല പ്രവർത്തനങ്ങൾ ചെയ്യുന്നു. അല്ലെങ്കിൽ മാഷോടൊന്നും ആരും ഒരു നിർദ്ദേശം കൊടുത്തിട്ടൊന്നുമല്ല. അത് നമ്മളോടൊന്നും ചോദിച്ചിട്ടൊന്നുമല്ല. ശരിക്കും പറഞ്ഞ മാഷ് കൊണ്ടുപോയിട്ട്
പിന്നെ ധൈര്യപൂർവ്വം ഈ പാഠപുസ്തകത്തെ കൈകാര്യം ചെയ്യും. ഇങ്ങനത്തെ അധ്യാപകരാണ് ശരിക്കും ഇതിന്റെ എന്താ പറയുക ഊർജ്ജമായിട്ട് നിൽക്കുക. ഇനിയും കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ എത്തിയ പുതിയ പുതിയ പുസ്തകങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വരും. പക്ഷെ നമുക്ക് ഒന്ന് അഭിമാനിക്കാം, നിങ്ങളാണ് ഈ ആദ്യത്തെ കേരളത്തിന് ആദ്യത്തെ പാഠപുസ്തകം ഏറ്റവും സാർത്ഥകമാണ്, ഏറ്റവും നന്നായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്കൂൾ എന്ന ഒരു വളരെ നമുക്ക് ഓക്കെ. അപ്പോൾ പിന്നെ നിങ്ങൾ പിന്നെ പേര് ടൈപ്പ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഞാൻ വാട്സപ്പിലേക്ക് ഒരു കാര്യം കൂടി ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ ദിവസം മനോരമ പത്രത്തിൽ വന്ന ഒരു വാർത്തയാണ്. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക. ഇല്ലെങ്കിൽ ഇന്നലത്തെ പത്രത്തിൽ പിന്നെ വന്ന ഒരു വാർത്തയാണ്. പഠിപ്പുര പേജിൽ വന്ന വാർത്തയാണ്. കരിയർ വരച്ചെടുക്കാം അക്ഷരങ്ങളിൽ. പിസ്സ ഹട്ട് ലോഗോ ശ്രദ്ധിച്ചിട്ടുണ്ടോ? അക്ഷരചിത്രങ്ങൾ കൊണ്ട് നമ്മെ പിടിച്ചു നിർത്തുന്ന എഴുത്തുവിദ്യ, ചിത്രങ്ങൾ പോലെ അക്ഷരങ്ങളെ രൂപപ്പെടുത്തുന്ന സുന്ദര കലയാണ് കാലിഗ്രാഫി. കാലിഗ്രാഫി എന്ന് പറഞ്ഞാൽ അക്ഷരങ്ങളെ ചിത്രങ്ങളാക്കുന്ന ചിത്രരചന രീതിക്ക് പറയുന്ന പേരാണ് കാലിഗ്രാഫി. കാണുന്നില്ലേ നിങ്ങൾ? സ്ക്രീനിൽ കാണുന്നില്ലേ? പിസ്സ ഹട്ട് കാണുന്നില്ലേ? കുറച്ചൊന്ന് ഡബിൾ ടച്ച് ചെയ്ത് സൂം ചെയ്ത് നോക്കൂ. കാണുന്നില്ലേ? അപ്പോ ഇതുപോലെ പിന്നെ അക്ഷരങ്ങളെ കൊണ്ട് നമുക്ക് തെളിയിക്കുന്നത് ഈ മേഖലയിൽ സജീവമാണ്. സാധാരണക്കാരായ ഒട്ടേറെ പേർ ഈ മേഖലയിൽ സജീവമാണ്. ലിപികലയോ ചിത്രകലയോ ശാസ്ത്രീയമായി പഠിച്ചിട്ടുള്ള പലരും ഇപ്പോൾ ഇത് കൈകാര്യം ചെയ്യുന്നത്. ഇപ്പോൾ ഓൺലൈനിൽ വിവിധ കൂട്ടായ്മകൾ ഒരുക്കുന്ന പരിശീലന ക്ലാസുകളുണ്ട്. ടൈപ്പോഗ്രഫി സൊസൈറ്റി ഓഫ് ഇന്ത്യ നടത്തുന്ന ഓൺലൈൻ ശില്പശാലയും ഏറെ പ്രയോജനകരമാണ്. അക്കാദമിക് തലത്തിൽ ചിത്രകല, ഡിസൈൻ പ്രോഗ്രാമുകളിൽ ലിപികല പഠിക്കാനുണ്ട്. IIT, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഡിസൈൻ പോലുള്ള പ്രമുഖ സ്ഥാപനങ്ങളിലെ ഡിസൈൻ ബിരുദ പ്രോഗ്രാമിന്റെയും ഭാഗമായും രാജ്യത്തെ മിക്ക ഫൈൻ ആർട്സ് കോളേജുകളും അപ്ലൈഡ് ആർട്ടിന്റെ ഭാഗമായും ഇത് പഠിപ്പിക്കുന്നു. വിശദാംശങ്ങൾ ഉള്ള ഒരു വെബ്സൈറ്റ് അഡ്രസ് ഉണ്ട്. ഇത് ഞാൻ ഗ്രൂപ്പിലിട്ട് നിങ്ങളത് ശ്രദ്ധിക്കണം കേട്ടോ. ഇതിന്റെ അനുബന്ധമായി പറയുന്നുണ്ട് വരുമാന വഴികളിൽ പലത്. സിനിമ ടൈറ്റിൽ ശ്രദ്ധിക്കൂ. സിനിമേന്റെ പിന്നെ ടൈറ്റിൽ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഓരോ സിനിമക്കും ഓരോ പിന്നെ ടൈറ്റിലാണ്. അപ്പൊ അത് ഡിസൈൻ ചെയ്തത്. പരസ്യകലാ മേഖലകളിലെ കൂടുതൽ തൊഴിൽ സാധ്യത വീടുകളിലും സ്ഥാപനങ്ങളിലുമൊക്കെ അലങ്കാരം എന്ന നിലയിൽ കാലിഗ്രാഫി ചെയ്ത ബോർഡുകൾ, എഴുത്തുകലയും കാലിഗ്രാഫിയും കൂടി പഠിക്കും കേട്ടാ. നെറ്റിലേക്ക് പോണം. ഓരോ പിന്നെ കാര്യങ്ങൾ, ഓരോ ലെറ്റർ സ്റ്റൈലുകൾ കാണണമെങ്കിൽ നെറ്റിലേക്ക് ഒന്ന് പോയിട്ട് കാണിച്ചാൽ ഒരു സെക്കൻഡ്. അതും കൂടി ഒന്ന് പരിചയപ്പെട്ട് നമുക്ക് ഇന്നത്തെ ക്ലാസ് മതിയാക്കാം കേട്ടാ. മാരുതി സുസുക്കിന്റെ മാരുതി സുസുക്കി ലോഗോ കണ്ട? മാരുതി സുസുക്കിന്റെ ലോഗോ ഉണ്ടോ? കാണുന്നില്ലേ? നിങ്ങൾക്ക് ഈ ഒരു സാധനം ഇത് മാത്രം കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി ഇതേതാ വണ്ടി. അടുത്തത് ഇനി ഏതാന്ന് പറ. അടുത്ത കാറിന്റെ പേര് പറ ആൺകുട്ടല്ലേ? BMW അല്ലേ? BMW ലോഗോ. ബെൻസ് വേണം. BMW കണ്ട? BMW ഇത്രേ കാണുന്നുണ്ട്. ഈ ഒരു സാധനം മാത്രം കണ്ടാൽ തന്നെ നമുക്ക് ഓരോ പിന്നെ തിരിച്ചറിയാൻ പറ്റും. ഇനി അടുത്തതാണ് ഹോണ്ട കാർ അല്ലേ? ഹോണ്ട. ഹ്യൂണ്ടായി വേണ്ടേ? ഹ്യൂണ്ടായി കാർ ലോഗോ. ഹ്യൂണ്ടായിന്റെ ലോഗോ ഉണ്ടാ? ലെറ്റർ സ്റ്റൈല് മാറിയില്ലേ? ഓക്കെ. അടുത്ത കാർ ഏതാന്ന് വേണ്ടത് പറയൂ. ടൊയോട്ട ലോഗോ. യെസ്, മാറി. കണ്ട?
അതെ, ഈ ഒരു സാധനം മാത്രം കാണുമ്പോൾ നിങ്ങൾക്ക് അത് SBI ആണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ഇല്ല എന്നാ നിങ്ങൾ ഇങ്ങനെ മനസ്സിലാക്കുന്നത് ഈ ലോഗോ ഒന്ന് വെറുതെ ഒരു വട്ടം മാത്രമാണോ അത്? അല്ല, ആ, ഒരു താക്കോൽ, ഒരു കൂട്ടിന്റെ ഒരു ചിത്രമുണ്ട് അല്ലെ, അതിന്റെ ഉള്ളിൽ നമ്മൾ ശരിക്കും ശ്രദ്ധിച്ച് നോക്കിയാൽ അത് മനസ്സിലാക്കും എന്താണ് ഒരു താക്കോലിടാനുള്ള ഒരു ദ്വാരം. അപ്പൊ നമ്മുടെ നിക്ഷേപങ്ങളും സമ്പാദ്യങ്ങളും എല്ലാം ബാങ്കിൽ സുരക്ഷിതമാണ് എന്നുള്ള ഒരു പിന്നെ ഒരു ലോഗോ, അതിന്റെ ചിഹ്നമാണ് അതിൽ കാണുന്നത്. അപ്പൊ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്ക് ഇപ്പൊ വേറെ ഒന്ന് നോക്കാം. നമുക്ക് ടാറ്റ കാറിന്റെ ലോഗോ നോക്കാം. നമുക്ക് ടാറ്റ കാർ ലോഗോ. കണ്ട ഈ ടാറ്റ കാറിന്റെ ലോഗോ നിങ്ങൾ നോക്കിയിട്ട് ഈ ആദ്യത്തെ ഈ ഒരു കണ്ട ഈ ടാറ്റ ഇതിലെ ഒരു T ആണ് അതിൽ കാണുന്നത്. പക്ഷെ അത് ഒരു വലിയ റോഡ്, അങ്ങ് ദൂരെ പോകുന്ന ഒരു റോഡ്, രണ്ട് വശങ്ങളിൽ നിന്നും വന്ന് പിന്നെ നമ്മുടെ നേരെ വരുന്ന രീതിയിലുള്ള ഒരു പിന്നെ ചിഹ്നമാണ്, റോഡിന്റെ ഒരു ചിത്രമാണ് ടാറ്റ കാറിന്റെ ലോഗോ ആയിട്ട് ഉള്ളത്. അതേപോലെ മഹീന്ദ്ര ഒന്ന് നോക്കാം നമുക്ക്. മഹീന്ദ്രയും ഏതാണ്ട് ഇതേപോലെ അടുത്ത് വരുന്ന ഒരു ലോഗോ ആണ്. കണ്ട ഇതും ഏതാണ്ട് റോഡിന്റെ ഒരു ചിഹ്നം അതിൽ നമുക്ക് അതിൽ കാണാൻ വേണ്ടി പറ്റും. കണ്ടില്ലേ? അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, അടുത്ത ക്ലാസ് മുതൽ ഹോംവർക്കിന്റെ കൂടെ ഇതുപോലുള്ള അക്ഷരങ്ങളും ലോഗോകളും ചെറിയ ചെറിയ ലോഗോകളും പിന്നെ ശ്രദ്ധാപൂർവം നിരീക്ഷിക്കണം. ന്യൂസ് പേപ്പറിലെല്ലാം ഉണ്ടാവും ഒരുപാട്. പിന്നെ നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് വായിച്ച് നോക്കിയാൽ മതി, ശ്രദ്ധിച്ചാൽ മതി. അതിൽ പല അത് ഏതെങ്കിലും ഒരു ലോഗോ കൂടി നിങ്ങൾ ചിത്രീകരിക്കൂ ഹോംവർക്കിന്റെ കൂടെ കേട്ടാ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ് മതിയാക്കാം. അറ്റൻഡൻസ് നിങ്ങൾ ഗ്രൂപ്പിലേക്ക് ടൈപ്പ് ചെയ്തിടൂ. പിന്നെ ഞാനത് നോക്കിയിട്ട് മാർക്ക് ചെയ്യാം. നമുക്ക് ഇന്നത്തെ ക്ലാസ് മതിയാക്കാം. ഓക്കെ, ശരിയാണ്. ഗ്രൂപ്പിലേക്ക് അടുത്ത ഒരാഴ്ച സമയമുണ്ടല്ലോ. നമ്മുടെ ക്ലാസ് ബുധനാഴ്ചയാണ് അല്ലെ? അടുത്ത ബുധനാഴ്ചയാണ് നമ്മുടെ ക്ലാസ്. ബുധനാഴ്ച ആകുമ്പോഴത്തേനും ഓക്കെ, ബുധനാഴ്ച ആകുമ്പോഴത്തേനും നിങ്ങള് ഒരു ഛായാചിത്രം വേറെ ആളെ നോക്കി വരക്കണം. കൂട്ടത്തില് ഒരു ലോഗോ കേട്ടാ, അതും കൂടി വരച്ചിട്ട് ഗ്രൂപ്പിലിടുക. ശരി, പേര് ടൈപ്പ് ചെയ്യണേ. പേര് ടൈപ്പ്